കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ എന്തുകൊണ്ടാണ് സ്മിത കുട്ടികളെ കാണിക്കാതിരുന്നത്. മുളകിന്റെ കടക്കിലേക്ക് ഒരു കടയമ കണ്ട ഇത് നല്ല കൊല കുത്തി ഉണ്ടാവും തോന്നുന്നു. നല്ല ഇത് വലുപ്പേ കൈക്കോട്ടോടി നോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. ഓക്കെ കേട്ടാ. നമുക്ക് ഇന്നുണ്ടല്ലോ വാഴപ്പിണ്ടി വെട്ടണം. വാഴപ്പിണ്ടി പക്ഷെ നമ്മൾ കറി വെക്കാനല്ല ഇന്നത്തെ വാഴപ്പിണ്ടി നമ്മൾ വെട്ടണത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ മുകളിലത്തെ കുറച്ച് ഉണങ്ങിയ പോളയൊക്കെ ഉണ്ട്, അത് കളയട്ടെ, അല്ലെങ്കിൽ വെട്ടുകൊണ്ട് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മുടെ നേന്ത്രവാഴയുടെ പിണ്ടിയാട്ടാ. പോളയ്ക്ക് കളഞ്ഞെടുക്കട്ടെ. പോള പിന്നെ നമ്മുടെ കോഴികൾ കൊടുക്കാട്ടാ. നമ്മുടെ പേളി അനുസരണ പഠിച്ചുട്ടാ. അവളിപ്പോ ഇതിന്റെ ഇടയിൽ കോഴിയുള്ള ഓട്ടം കുറച്ച് നിർത്തിയിട്ടുണ്ട്. ചില സമയത്തോടും എന്നാലും ആളങ്ങനെ അങ്ങനെ വലിയ ശല്യം ചെയ്യാത്ത പോലെ ഓട്ടം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കോഴികൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാ രാവിലെ അവർക്കും ഇഷ്ടമായി. വേണോ കുട്ടികൾക്ക്? എന്നാ വായോ, പോരെ. ഇങ്ങോട്ടാ. വെളിയിൽ തന്നെ പറ്റുക. നമ്മളുണ്ടല്ലോ വാഴപ്പിണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലിടുക. അതാണ് ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതിന്റെ നീരിട്ട് നന്നായി കിട്ടുള്ളൂ. നമ്മൾ വാഴപ്പിണ്ടിക്ക് ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ ജ്യൂസ് എടുത്ത് കുടിക്കുക. അതും രാവിലെ ആയിട്ടോ. നമ്മൾ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതിന് മുന്നായിട്ട് ഇത് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുണ്ടല്ലോ ജാറിന്റെ ഏതാണ്ട് ഒരു പകുതിയേക്കാളും മുകളിലേക്കാട്ടോ കഷ്ണങ്ങൾ ഇടുള്ളൂ. അല്ലെങ്കിൽ ഇത് ശരിക്കായിട്ട് ചെയ്തിട്ടില്ലേ കണ്ടോ, ഇതേപോലെ ചെയ്യുള്ളൂ. നമുക്ക് തുറന്നു നോക്കാം കേട്ടാ. നന്നായിട്ട് അടിച്ച് കിട്ടിയില്ല നമുക്ക്. കണ്ട ഇതേപോലെ നമ്മൾ പകുതിയേക്കാളും കൂടുതൽ ഇട്ടതാണ്. എന്നിട്ട് വേണ്ട അടിച്ച് നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മളൊരു അരിപ്പേരിക്ക് ഒഴിച്ചിട്ട് ഇതിന്റെ നീരെടുക്കാത്ത ചെയ്യാം. കയ്യിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നീരിങ്ങനെ വിരി. നമ്മളെ ഇപ്പൊ ഈ മുന്നേ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ചെയ്യാട്ടെ. ഇപ്പൊ നോക്കിയേ, ഇതിന്റെ കൊറ്റ എന്ന് പറയുന്നത് അത്രയാണ് കിട്ടിയത്. ഇപ്പൊ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊറ്റ മുഴുവൻ വയറ്റേ ചെല്ലും.
പക്ഷെ ഈ നീരിങ്ങനെ കുടിക്കുന്നതിനും നല്ലത് തന്നെയാണ് കേട്ടാ. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് 2 ഗ്ലാസ്സിലുള്ളത് കിട്ടും. ഇപ്പൊ നോക്കിയാ ഞാൻ കൊണ്ടുവന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അത് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്ന കൊറ്റെന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടാ. ഈ കൊറ്റനൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത് നല്ലതാണ് എന്ന് പറയാണ്. നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോ കാരണം നമ്മൾ മുന്നേ ഒഴിക്കുമ്പോഴേ ഇതിന്റെ തെളി എടുക്കും. അപ്പൊ ഒന്നാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ കായം കൊടുക്കട്ടെ. ചേട്ടാ മുളകിന്റെ കടക്കിലേക്ക് മണ്ണിടാട്ടെ ഷൈട്ടെ. കുടിക്കുമ്പോ ഒന്നും തോന്നില്ല കേട്ടാ. സാധാരണ ഒരു വെള്ളം കുടിക്കണ പോലെ തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് മാറ്റം ഒന്നും ഇല്ല കേട്ടാ. നല്ലതാ, നമുക്ക് കേട്ടിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഇങ്ങനെ ഉണ്ടാവുമ്പോ അത് കുടിക്കാറുണ്ട് കേട്ടാ. ഇല്ല ഷായക്കാരും ഇത് നമ്മുടെ കാബേജും കോളിഫ്ലവർ ആണ് കേട്ടോ. അപ്പൊ ഈ കാബേജും കോളിഫ്ലവർ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം പോലെ എന്താ പറയാ ഇടവിടാതെ നമ്മൾ എന്നും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇവർക്ക് തന്നെ കേടെന്ന് പറയുന്നത് ഒരു പുഴുക്കടിയാണ് വരിക. നമുക്കിവിടെ അങ്ങനെ വരാറില്ല. പക്ഷെ നമ്മളത് എന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പുഴു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളഞ്ഞ പിന്നെ അതിന്റെ കേട് പോയി. തിരിച്ച് നോക്കുക, വേറെ പ്രത്യേകിച്ച് കേടൊന്നും വരില്ല. ഇന്നിപ്പോ അതേപോലെ തന്നെ ഇവരെല്ലാവരും നോക്കണം. അപ്പൊ നമുക്കറിയാം പുഴുക്കടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇവരുടെ ഒരു ഇലയെങ്കിലും പുഴു തിന്നിട്ടുണ്ട്. ആ ചെടിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പുഴുവിനെ കിട്ടിയിരിക്കില്ല. അപ്പൊ ഇപ്പൊ കാബേജും കോളിഫ്ലവറും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ദിവസം നോക്കണം. അതേപോലെ ബ്രൊക്കോളിയിലായാലും, ഇത് ബ്രൊക്കോളിയിലാണ് ഇവർക്ക് പുഴുക്കടി കൂടുതൽ വരിക. ഇവർ കായ ഉണ്ടായി തുടങ്ങില്ല. ആ സമയത്ത് പുഴുക്കടിയുടെ ശല്യം കൂടുക. അപ്പൊ ഞാൻ എന്നും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. നന്നായി നോക്കണം. ഓരെല്ലാം തിരിച്ചു മറിച്ചും ഇത് നോക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന പറഞ്ഞില്ലേ. ഇപ്പൊ ഇതിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു പുഴുക്കടിയുടേതായ ഒരു ഇലയൊന്നും കാണാനില്ല. കുറെ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തു കളഞ്ഞ് പിന്നെ വരുന്ന ഇലയ്ക്ക് വേണ്ട നല്ല ഇലകൾ. അതായത് ഇതിനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു നമുക്ക് അറിയാൻ പറ്റും. നോക്കിയാ ഇതിൽ പുഴുണ്ട്, ഉറപ്പാണ്. നല്ല ഇതിന്റെ ഇല നമുക്ക് കാണുമ്പോഴേ തന്നെ അറിയിക്കും. നോക്കി കഴിഞ്ഞാൽ കണ്ടത് എനിക്ക് വേണ്ട ഇലയ്ക്ക് ഒരു മൂടി കെട്ടിയിട്ട് മാറാല ഈ സൈഡിലേക്ക് പുഴു ഇരിക്കുന്ന എന്താ. അപ്പൊ ഇതാണ് നമ്മുടെ കേബേജിന് അല്ലെങ്കിൽ കോളിഫ്ലവറിന് വല്ല കേടുകൊണ്ട് പുഴു. അപ്പൊ നമ്മളത് പതുക്കെ അതിനെടുത്ത് കളഞ്ഞാൽ മതി. വീണ്ടും നമ്മൾ വിടർത്തി നോക്കണം ഇതിന്റെ ഉള്ളിൽ അങ്ങനെയും ഉണ്ടോന്നിട്ടാ. ഇതിലേക്ക് ഞാൻ പുഴുവിനെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇനി പ്രത്യേകിച്ച് കേടുന്നതിന്റെ വീട്ടില് എന്നാലും നമ്മൾ 1-2 ദിവസം അടുപ്പിച്ച് ഇവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടാ. ഇങ്ങനെയുള്ളൊരു കേടാണ് വരിക. പിന്നെ നമ്മൾ പുഴുവിനെ ഇട്ട് കളഞ്ഞിട്ടും വീണ്ടും പുഴു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കളിക്കാറുണ്ടല്ലോ നമ്മുടെ കവച്ച്, അത് കളിച്ചു കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ കേടുന്ന് വരിക. പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. കവച്ചും കളിക്കേണ്ട വരാറില്ല ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അങ്ങനെ എല്ലാത്തിനും നോക്കണം. ഇതിനും കിട്ടിയോ ചോദിച്ചോട്ടന കണ്ട ഇതിനെ ശ്രദ്ധിക്കണം കണ്ട. ഇത് പുഴുവാണ് കണ്ടാലും കണ്ടായി കുട്ടിയായിട്ട് തരാട്ടോ. ഇങ്ങനത്തെ ഒരു പച്ച കളറിനെ പുലിക്ക് 2 എണ്ണം കിട്ടി. ഞാൻ ദിവസം നോക്കും എന്നിട്ട് പുളിയും കണ്ട. ഇവർക്ക് നാളേക്ക് ഈ പുഴു ഒറ്റടിക്ക് വലുതാവും. നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ വലുപ്പം വരും. ഇതിലൊക്കെ കോളിഫ്ലവർ ആയോടെ കുഞ്ഞു കോളിഫ്ലവറുകളൊക്കെ ഉണ്ടായി തുടങ്ങി. അതേപോലെ നമ്മൾ അപ്പുറത്ത് നട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. പിന്നെ നമ്മുടെ ഈ കോളിഫ്ലവർ ഇതിലൊക്കെ കേട് മാറിപ്പോയി. കോളിഫ്ലവർ വന്നു കഴിഞ്ഞ് കേട് വരുമ്പോൾ കുറവാണ്.
പിന്നെ ഒരു ടൈമിലല്ലേ പൊട്ടിക്കണം, പൊട്ടിച്ചില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ വേറൊരു കളർ കിട്ടും. ഇതൊക്കെ കോളിഫ്ലവർ പൊട്ടിക്കാറായില്ല. ഉണ്ടായി തുടങ്ങുമ്പോഴാട്ടാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയണതാട്ടാ. കാരണം തീരെ നമുക്ക് ഒരു മരുന്ന് അടിക്കാതെ തന്നെ നമുക്ക് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ രാവിലെ കാലത്ത് നോക്കണം. കാരണം എന്താണെന്ന് അറിയൂ, നല്ല വെയിൽ വന്നിട്ട് നമ്മൾ നോക്കാൻ വന്നു കഴിഞ്ഞാൽ പുഴുവിനെ കാണില്ല. ഇവര് അടിയിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും. അതായത് ഈ ചെടിയുടെ കടയുടെ അടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞുണ്ടാകുന്ന ടൈമില് നല്ല തണുത്ത ആ സമയത്താണ് പുഴു മുകളിൽ വന്നിരിക്കുക. അപ്പൊ രാവിലെ തന്നെ നോക്കണം. അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വെയിൽ ചാരി തണുത്ത ആ ടൈമിൽ നോക്കിയാൽ പുഴുവിനെ കാണോട്ടാ. ഒരു പ്രത്യേകതയുണ്ട് ഈ പുഴുക്കൾക്ക്. ഈ പുഴുക്കളല്ല, റോസേമ ഒരു പുഴു നമ്മൾ ശ്രദ്ധിച്ചറിയാം. റോസേമത്തേക്ക് മുട്ടും അതിലേക്ക് നമ്മൾ തിന്നുമ്പോ നമ്മൾ നോക്കുമ്പോ ഒന്നും കാണില്ല. പക്ഷെ നേരെ മറിച്ച് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ നോക്കിയിരിക്കുക, അപ്പൊ കാണാം പൂക്കൾ ഇങ്ങനെ വന്ന് തിന്നു പോണത്. അപ്പൊ അതേപോലെ ഇപ്പുറത്തും ഉണ്ട് കുറച്ച്. ഇതൊക്കെ ക്യാബേജ് ആയി തുടങ്ങി. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാബേജ് പൊട്ടിക്കാറാവൂട്ടാ. ക്യാബേജ് ആയി തുടങ്ങി. ഇങ്ങനെ ആയി കഴിഞ്ഞ് തീരെ പഠിക്കണ്ട, ഞാൻ വീണ്ടും പറയണം, പിന്നെ കേട് വരില്ല. അപ്പൊ ക്യാബേജും കോളിഫ്ലവറും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവരെ അടുത്തേക്ക് വരണ്ട കേട്ടോ. നമ്മൾ വന്നില്ലേ 2 ദിവസം നമ്മൾ വരാണ്ടിരുന്ന കാലം ആ ചെടി മൊത്തം പുഴുകുന്നു പോയിട്ടുണ്ടാവും കേട്ടോ. കിട്ടേയില്ല പിന്നെ നമുക്ക്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഇപ്പൊ നമുക്ക് നോക്കാൻ ടൈമില്ല. പുഴുവൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെയാണ് തോന്നാണെങ്കിൽ നല്ല കാപ്പിച്ച് അതൊന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കും. 2 ദിവസമല്ല 2 പ്രാവശ്യം. ഇപ്പോ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടെ നമ്മുടെ ഇതില് ആഴ്ചയിൽ 3 ദിവസം കവിത കളിച്ചു കൊടുക്കും. അത് നമുക്ക് എന്താ പറയാ, കേട് വരാനേ ഞങ്ങൾ ശ്രമിക്കില്ല. കേട് വന്നിട്ടുണ്ട് ഇല്ലെന്ന് നോക്കിയില്ല. നമ്മളെ തുടരുന്നൊരു കാര്യമാണ് ആഴ്ചയിൽ 3 ദിവസം ഈ കവിത കളിച്ചു കൊടുക്കുക. അത് നമ്മുടെ മണ്ണത്തിൽ കാട്ടിപ്പത്താറ കറ്റാലും മേടിക്കാൻ കിട്ടും. പിന്നെ തൃശ്ശൂർ അഗ്രപത്താറുണ്ടല്ലോ, അവിടുന്ന് മേടിക്കാൻ കിട്ടും. അഗ്രപത്താറെ പോയി കഴിഞ്ഞാൽ നമുക്ക് കവിത തന്നെ നമ്മുടെ ഗ്രാമത്തിൽ എല്ലാ വളം കൊടുക്കും. 2 സ്ഥലത്തും കിട്ടൂട്ടാ. ഇനി നമുക്ക് നല്ല അർത്ഥ പറഞ്ഞത് കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. ആയോട്ടാ. ഇനി ഞാനുണ്ടല്ലോ ഒരു കാര്യം പറയട്ടാ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ എന്തുകൊണ്ടാണ് സ്മിത കുട്ടികളെ കാണിക്കാതിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ആർക്കും വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ല. കാരണം എന്റെ മക്കള് തീരെ വീഡിയോയിൽ നിൽക്കില്ല, മൊബൈൽ കാണിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണല്ലോ അവരെ കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളെ നമ്മുടെ ആ വീഡിയോയിൽ കാണും. അല്ലാതെ എന്താ പറയാ, നമ്മള് ഫസ്റ്റ് നമ്മുടെ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം. ഇവിടെ വേറെയുള്ള കുട്ടികളൊക്കെ എന്റെ വീഡിയോയിൽ നിൽക്കുമ്പോഴും അന്ന് എന്റെ മക്കള് വീഡിയോയിൽ വരാറേ ഇല്ല. ഇപ്പൊ പക്ഷെ അവര് എന്നെ കളിയാക്കി തുടങ്ങി. ഈ ചേട്ടന്മാരുടെ മക്കളൊക്കെ പറഞ്ഞു തുടങ്ങി. അതായത് മേമയുടെ മക്കള് വീഡിയോയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഞങ്ങൾ നിൽക്കാറുള്ളത്. എന്റെ മക്കള് നിൽക്കുകയില്ല, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുട്ടികളെ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, അത് 1 ലക്ഷത്തിന്റെ അടുത്ത് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കാരണം അന്നേ വീഡിയോ തുടങ്ങുമ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ട് മക്കള്, അമ്മ ഞങ്ങളെ വീഡിയോയിൽ നിർത്തിരിക്കോട്ടാ ഉള്ളത്. പക്ഷെ വീഡിയോയുടെ ബാക്കിൽ അവർ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോ അതില് നമ്മള് പറയുന്നുണ്ട് ആരൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവാന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം പിന്നെയും കൂടുതൽ വന്നിരിക്കുകയാണ്. നമ്മളോരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെ പുതിയവരൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇപ്പോ നമ്മൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുമ്പോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ എന്റെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ തന്നെ പലരും ചോദിക്കുക അവരുടെ അടുത്ത്, മുഖം കാണിക്കാത്ത മക്കളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവരെ കളിയാക്കാറ്. അപ്പൊ അത്ര അടുപ്പവും നമ്മളോട് പുറത്ത് ആരെങ്കിലും നമ്മളെ കാണുമ്പോ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെ വീഡിയോയിൽ കാണിക്കാറുണ്ട്. എന്തായാലും എന്റെ മക്കൾ മുഖം കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന് ബാക്കിയുള്ള കുട്ടികളുടെ മുഖങ്ങളും ഉറപ്പായിട്ട് വരും കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് കൊത്തവര പൊട്ടിക്കൊടുക്കാട്ടാ. അയ്യോട്ടാ. അപ്പൊ നേനായിട്ട് നമ്മുടെ കൊത്തമ്പര കണ്ട, കൊത്തമ്പരേ താഴത്തുനിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാലോ മഴക്കാലത്തിന് മുന്നേ ഒരു കൊത്തമ്പര ചെടി ഉള്ളായിരുന്നു നമ്മളിങ്ങനെ പൊട്ടിക്കാനുള്ളത്. ഇത് പുതിയ തൈ വന്നാട്ട് ഇപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോണത് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ അതിൽ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാട്ടിത്തരാട്ടാ. ഉണ്ട് ഇതിന്റെ ഒരു കൊമ്പ് പതുക്കെ ഒടിഞ്ഞു എങ്കിലും അവര് നശിക്കില്ല. അതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കിതൊക്കെ പൊട്ടിച്ചെടുക്കാം. കാണുന്നതൊക്കെ കൊത്തമ്പര ചേട്ടാ. ഇവര് വലുതാവണനുസരിച്ച് വടി ഇങ്ങനെ കെട്ടി കൊടുത്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഒടിയും പെട്ടെന്ന്. അത് നമുക്ക് പൊട്ടിക്കാട്ടാ.
സൂക്ഷിച്ച് പൊട്ടിക്കണവരെ. എല്ലാത്തിനും പൂവുണ്ടാവേ. ഒരു കടയമ തന്നെ ഉണ്ടാവണത്. താഴ്ത്തുന്നേ തന്നെ സ്റ്റെപ്പായിട്ടുണ്ടായി തുടങ്ങി പറഞ്ഞല്ലോ. നമ്മള് വടി തീറ്റത്രയാ വടി വെച്ചിട്ടേ കെട്ടി കൊടുത്തില്ല. അതിന്റെ ഏട്ടയിലത്തെ കെട്ടിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ബാക്കി സുഖമായിട്ട് നോക്കിയാ. ഇത്രയും കൊത്തമ്പരിയായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതവിടെ വഴുതനങ്ങ. വഴുതനങ്ങ നമുക്ക് കൊറേ തരം ഉണ്ട് കേട്ടാ. വയലറ്റിന് ഒരു 3 തരം ഉണ്ട്. അതേപോലെ വൈറ്റ് 2 തരം ഉണ്ട്. ഈ വഴുതനങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഓരോ കളറിനും ഓരോ പ്രത്യേക ടേസ്റ്റും കൂടുതലാ. ഇതിന്റെ ഈ വയലറ്റ് കളർ വഴുതനങ്ങയ്ക്ക് അതിന്റെ തൊലിക്ക് കനം കൂടുതലുണ്ട്. അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ നോക്കിയേ, വൈറ്റ് ഉണ്ടാ. നമ്മുടെ ഒരു വഴുതനങ്ങ നോക്കിയേ, ഒരു വെള്ള വഴുതനങ്ങ കേട്ടാ. കേട്ടാ, ഇത് നല്ല കൊല കുത്തി ഉണ്ടാവും തോന്നുന്നു. നല്ല ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം. അത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതൊരു വൈറ്റ് അതിന്റെ തന്നെയാണ്. അതിന് എഴുതി നിറച്ചതേ കൊലയായിട്ട്. ഇപ്പുറത്ത് നോക്കി എന്താ ഇതിലത്തെ ഒരു വൈറ്റ് പൊട്ടിക്കാറായിട്ടുണ്ട്. മാക്സിമം ഇത്ര വലിപ്പം വരുള്ളൂട്ടാ. ഞാൻ ഒരു വെള്ള ഇവിടെ പഴുത്ത് മണ്ണിൽ വീണോട്ടെ ഒരാളോടെ നിർത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചയുടെ ഒക്കെ നിർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയണ പോലെ എപ്പോഴും നമ്മൾ വീട്ട് ശേഖരിക്കാറേ ഇല്ല കേട്ടാ. നമ്മള് പറയാത്തുള്ള മണ്ണിൽ വീണ് തന്നെ മുളച്ചിട. അങ്ങനെയാണ് നമുക്ക് വഴുതനങ്ങ തൈകള് ഉണ്ടായി കിട്ടാറ് കേട്ടാ. ഇങ്ങനെ നോക്കിയേ, കണ്ട ഈ ഒരു വഴുതനങ്ങ കഴിയില്ലത് കേട്ടാ. ഇങ്ങനെ 2 3 വെച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാക്സിമം ഈ ഒരു വലിപ്പം വരുന്നുള്ളൂ. നല്ല ഭംഗിയാ. ഇനി നമ്മുടെ ബജ്ജിമുളക് അതുകൊണ്ട് പൊട്ടിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബജ്ജിമുളക്. കണ്ട നല്ല വലിപ്പത്തിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ ബജ്ജിമുളക്. ഞാൻ മുന്നേ പല വീഡിയോയിലും കാട്ടിയിട്ടുണ്ട് ബജ്ജിമുളക് നമ്മുടെ ഉണ്ടായിട്ടുള്ളത്. എന്താ ഏതൊക്കെ നോക്കുമ്പോ അറിയാം വലിപ്പം. ഈ കടയമൊക്കെ നോക്കിയേ, നല്ല വലിപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതില് എന്താ പറയാ, മൂത്ത് വലിപ്പമുള്ളത് മാത്രമായിട്ട് പൊട്ടിച്ചെടുക്കണുള്ളൂ. ഒരു 10 ഉണ്ടാക്കി. നമുക്കിപ്പൊ ഇന്ന് ബജ്ജി ഉണ്ടാക്കാനുള്ള അത്ര എണ്ണത്തിനുള്ളതായിട്ട് പൊട്ടിക്കണേ. പിന്നെ നമ്മുടെ ബജ്ജി മുളകിന്റെ അത്ര വലിപ്പമൊന്നും വരില്ല കേട്ടോ. ഒരു മീഡിയം വലിപ്പം വരുള്ളൂ നമ്മുടെ അവിടെ ഉണ്ടാവണത്. തൊടുമ്പിക്കുമ്പോ ഉടനെ പോലെ കേട്ടാ. നമ്മള് വെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത്രയും ബജ്ജി മുളക് പൊട്ടിച്ചു നോക്കിയേ. എന്താ ഇനി ഇതെവിടെ ഇരിക്കട്ടെ. നമ്മുടെ കൂർക്ക എന്നൊരു തട ഉണ്ട്. അത് ഫുള്ള് പറിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ വെച്ചിട്ട് നമുക്കത് പറിക്കാൻ പോവാം. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം എന്താ ചായേട്ടനെ ഇവിടത്തെ കൂർക്ക നോക്കിയേ. ഞാൻ അവിടെ നിർത്തിക്കും ഇത്രയൊക്കെ ഇതേ പറിച്ചിട്ട് കഴിഞ്ഞു കിട്ടാ. എനിക്കാണെങ്കിൽ ഇനി വേഗം വേഗം പറിക്കാൻ നമ്മുടെ കൊട്ടയിലേക്ക് ഇട്ടാൽ മതി. കൊട്ടയിലേക്ക് ദേശമായിട്ടും കുറെ ഇട്ടുണ്ട്. ഇന്ന് എന്തായാലും നമ്മള് ഈ കൂർക്കത്തട
മുഴുവൻ പറിക്കും. അത് പറിച്ചു കഴിഞ്ഞോടുകൂടി നമ്മുടെ ഈ പറമ്പിലത്തെ കൂർക്ക അവസാനിക്കും കേട്ടാ. വീട്ടിലത്തെ പറമ്പിലുണ്ട് നല്ല ഇത് വലുപ്പേ. കൊറേ കൂടി മുന്നേ പറിക്കേണ്ടതായിരുന്നു നമ്മള്. പക്ഷെ നമ്മള് പറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഈ പറമ്പിലത്തെ കൂർക്ക പറിക്കല് കഴിഞ്ഞു കേട്ടാ. 4 തടമായിരുന്നു. 4 തടം ഏതാണ്ട് കൊണ്ട പോലെ ഫുള്ള് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെയും കിട്ടിട്ടാ. നന്നായി കിട്ടി. എന്താ ചായട്ടിനും കൂടി ഒപ്പം നിന്ന കാരണമായിട്ട് വേഗം പറിച്ചു കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ തന്നെ പറിച്ചിടുമ്പോ കഴിയില്ല. ഇത് ചായട്ടിന് വേഗം ആക്കി തന്നു. അപ്പൊ അത് കാരണം വേഗം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കില്ലേ അടുത്ത കൊല്ലത്തേക്ക് കൂർക്കത്തലക്കുള്ള കൂർക്ക ഇവിടെ പോയി എടുക്കുന്നുണ്ട്. അത് മുളച്ചിട്ട് ആ തല മതി ഞങ്ങക്ക് നടാൻ. വേഗം ഒരുവിധ വർഷങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. കൂർക്ക നട്ടുകൊടുത്ത് മണികൾ കിടക്കുന്നുണ്ടാവും, അവര് മുളച്ചു വരും. അപ്പൊ അതിന്റെ തല വേഗം നട്ടുകൊടുക്കും. പിന്നെ കുറച്ച് അങ്ങനെ എടുത്ത് വെക്കാന്ന് വെച്ചാൽ വെറുതെ രസത്തിന് കുറച്ച് എടുത്തും വെക്കാറുണ്ട്. പക്ഷെ അതിന് നല്ലത് ഇങ്ങനെ മുളയ്ക്കണത് തന്നെയാ. മുളച്ചിട്ട് അതിന്റെ തലകൾ നടണതല്ല ചേട്ടാ. അത് മണ്ണിൽ ഇങ്ങനെ തപ്പുമ്പോഴേ നല്ല ഉരുണ്ട മണികൾ കാണാണ്. അതാണ് ഷായിട്ട് പറക്കിയിരുന്നേ. ഷെഡ് നിക്കണ്ട, ഇവിടെ പണിയാൻ നിക്കണ്ട. ഇന്നത്തെ നിർത്തി കൊറേ നേരമായിട്ടുണ്ടേ. നമ്മളൊരു പുതിയ പപ്പ ഉണ്ടായി വരുന്നതാട്ടാ. ഈ കൂർക്ക തരത്തിലെ ഇടയിൽ തന്നെയാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പൂവായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചീരകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ കൂർക്ക തരത്തിന്റെ ഇടയിൽ തന്നെ മുളച്ചു വന്ന ചീരകളാട്ടാ. അതൊക്കെ കതിരായിട്ട് നിൽക്കുന്നതാട്ടാ. ഈ കതിരോടെ കൊഴിഞ്ഞ് അവര് നല്ല തൈകളായിട്ട് മുളയ്ക്കും ചെയ്യും. നിൽക്കുമല്ലോ, നമുക്ക് അതുപോലെ എടുക്കണ്ടേ. കൂർക്ക് ശേഖരം പിടിക്കാൻ ചേട്ടാ. കൈക്കോട്ടോടി നോട്ടെ. ഇനി നമ്മുടെ വീട്ടിലേക്ക് പോട്ടാ. ഇന്ന് നമ്മുടെ കോഴിക്കൂട്ടില് നമ്മള് ചീരയടക്ക് ഇട്ട് കൊടുക്കുമല്ലോ. ഈ തണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വാരി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കോഴിക്കൂട് കഴുകുമ്പോ അത് ഓവിലടയും. നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. കമലം, ഹായ് കമലേച്ചി. ചിത്ര കാൽട്ടൻ കാനഡ കേട്ടാ. ഹായ് ചിത്രേച്ചി. പ്രീത അമ്മ, ഹായ് പ്രീതേച്ചി. സൈറ, ഹായ് സൈറ. മിനി ലിറ്റിന്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 7-ാം തീയതി, അതായത് ഇന്ന്. അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മിനി ലിറ്റിന് ഹാപ്പി ബർത്ത്ഡേ. ഇത് നമുക്ക് പോവാട്ടാ. ഇന്ന് നമ്മുടെ കൺമണിക്കുട്ടിയുടെ ഡാൻസ് ആണ്, ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടായിട്ട് പരിപാടി ഒരു 5 മണിക്കാകുമ്പോൾ തുടങ്ങുള്ളൂ. വെള്ളിയാഴ്ച പോയിട്ടുണ്ട്. അപ്പൊ ഞാനും പ്രീതിയിലേക്ക് പോകണം അങ്ങോട്ട്. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടീനെ കാട്ടിയായിട്ട് അവിടെ എത്തിയിട്ട്
നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന കുട്ടി അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി കൂടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഡാൻസായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരാര് കളിക്കുന്ന ആ ഡാൻസിൻ്റെ പാട്ട് നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കൺമണിക്കുട്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടാ. അപ്പോൾ കൺമണിക്കുട്ടിയുടെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളെയും ഇവരെല്ലാവരും ഒരുമിച്ച് സംഘടിപ്പിക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ഒരാളങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അവരുടെ പ്രായം അതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ചെറുപ്പക്കാലൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് അവരോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ നോക്കി എല്ലാവരും ഒരേപോലെ തന്നെ ഹായ് പറയാനോ, പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറേ നേരമായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആർക്കും ഒരു ക്ഷീണം ഒന്നും കാട്ടിയിരുന്നില്ല കേട്ടോ. കുട്ടികളെല്ലാവരും നല്ല എന്താ പറയുക, നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നും അവർ നന്നായി കളിക്കുന്നുള്ളത് കേട്ടോ. അതേപോലെ തന്നെയായിരുന്നു എല്ലാവരും നിന്നിരുന്നത് കേട്ടോ. പിന്നെ LKG പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസ് ആട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഈ ഡാൻസ് കളിക്കണേൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി തന്നെയാണ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞു നമ്മുടെ കൺമണി കുട്ടിയുടെ ഡാൻസ് ആട്ടോ പിന്നെ വന്നത്. കുട്ടികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോപോലെ തോന്നാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് നിൽക്കുന്നതാട്ടോ നമ്മുടെ കൺമണി കുട്ടി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചൊടിയും മിടുക്കലും തന്നെ എന്താ പറയുക, എല്ലാ കുട്ടികളും കേട്ടോ. ഇവിടെ നിന്നല്ല കേട്ടോ, ഇതേപോലെ കുറേ കുട്ടികളുടെ ഡാൻസ് പരിപാടികളും കഴിഞ്ഞു. എല്ലാ കുട്ടികളും നല്ല ചൊടിയോടുകൂടി നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം അവർക്ക് കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട്. ഒരു ക്ഷീണം ഒന്നും കാണിക്കാതെ തന്നെ എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചിരുന്നു കേട്ടോ. കൺമണിക്കുട്ടിയുടെയൊക്കെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഗ്രൂപ്പുകാർക്ക് ഇനിയും ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ഡാൻസിനും കൂടി വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമ്മുടെ കുട്ടികൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെ കൺമണിക്കുട്ടിയുടെ എല്ലാ ഡാൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെയാണെങ്കിൽ നമുക്ക് ഫുഡ്, ഐസ്ക്രീം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായ കാരണം പിന്നെ അവിടെ നിന്ന് മേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ ഈ കുട്ടികളുടെ പേര് ഋഷിത, ഹൃതിക എന്നാട്ടാ. അപ്പോൾ അവരുടെ അച്ഛമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. അച്ഛമ്മ നമ്മുടെ വീഡിയോയ്ക്കും കാണാനുള്ളതാണ് ഓമനേച്ചി. കഴിഞ്ഞ വർഷം ഞാൻ ഓമനേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ടാട്ടോ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമിന് വന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറിയപ്പോൾ നമ്മുടെ കൺമണിക്കുട്ടി ആദ്യം ഐസ്ക്രീം ആട്ടോ ആവശ്യപ്പെട്ടത്. കാരണം അവൾ കുറേ നേരെ ഡ്രസ്സ് മാറിയ ശേഷം അവർ ഫുഡൊന്നും കഴിക്കാണ്ടുള്ള നിന്നിരുന്നത്. അപ്പോൾ ആൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിക്ക് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും മസാല ദോശ ആട്ടോ കഴിച്ചത്. നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ഈ ഹോട്ടലേ. ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ സമയം ഒത്തിരി ആയിട്ടാ. ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയുടെ സ്കൂളിലേക്ക് നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പൊ ഞങ്ങള് ഇന്ന് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 10 മിനിറ്റ് നടന്നു. അല്ല കൺമണി കുട്ടിയെ, ക്ഷീണമൊന്നുമില്ല കൺമണി കുട്ടിയുടെ മുഖത്ത്, നല്ല ഉഷാറുണ്ട് കൺമണി കുട്ടിക്ക്. അപ്പൊ നമുക്ക് നിർത്തിയാലോ കൺമണി കുട്ടിയെ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.